ഇന്ന് കാതികയിൽ വീണ്ടും അസ്മിൻ മോന്റെ ഒരു കഥയാണ്. ഈ കഥ കാതികയിലേക്ക് അസ്മിൻ മോൻ അയച്ചു തന്ന കഥയാണ്. ഇതുപോലുള്ള കൂട്ടുകാരും കഥകൾ അയച്ചു തരിക. കഥയുടെ പേര് ചെറി മരം. കഥയൊന്ന് നമുക്ക് കേട്ടു നോക്കാം. എല്ലാവർക്കും നന്ദി. ഞാൻ അസ്മിൻ ഇവിടെ കഥ പറയാൻ പോകുന്നു. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ രാകേഷിന്റെയും ചെറിയുടെയും കഥയാണ്. ഈ കഥയിൽ രാകേഷിന്റെ ചെറിമരമാണ് ടോപ്പിക്. ഒരു ദിവസം രാകേഷും രാകേഷിന്റെ മുത്തച്ഛനും ജീവിച്ചിരിക്കുന്നു. അവന്റെ അച്ഛനും അമ്മയും ഒരു നാട്ടിലാണ്. അവർ അവിടെ നിൽക്കാൻ പോയതാ. രാകേഷിന് സ്കൂൾ ഉണ്ടായതുകൊണ്ടാണ് രാകേഷ് മുത്തശ്ശന്റെ കൂടെ നിൽക്കുന്നത്. മുത്തശ്ശൻ ഒരു കൃഷിക്കാരനായിരുന്നു. ഒരു ദിവസം രാകേഷ് സ്കൂളിൽ പോയി വരുമ്പോൾ രാകേഷ് കടയിൽ നിന്ന് കുറച്ച് ചെറി വാങ്ങി രാകേഷ് തിന്നു. കുരു കണ്ടപ്പോൾ രാകേഷ് അതിശയിച്ചു പോയി. രാകേഷ് ചിന്തിച്ചു, ഈ കുരു വെച്ചിട്ട് എനിക്ക് ചെറി മരം ഉണ്ടാക്കാം, എന്നാൽ എനിക്ക് കുറെ ചെറി തിന്നാമല്ലോ, രാകേഷ് വിചാരിച്ചു. അപ്പോൾ രാകേഷ് ഓടിപ്പോയി വീട്ടിൽ പോയി മുത്തശ്ശിയോട് ചോദിച്ചു, മുത്തശ്ശ, ഈ ചെറിയുടെ കുരു കുഴിച്ചു വിട്ടാൽ മരമുണ്ടാകുമോ? മുത്തശ്ശൻ പറഞ്ഞു, മോനെ, നീ കുഴിച്ചിട്ടോ, നിനക്ക് നിറയെ ചെറി തിന്നാം. അങ്ങനെ രാകേഷ് കുഴിച്ചിട്ടു. പിറ്റേ ദിവസം രാകേഷ് സ്കൂളിൽ വന്ന് നോക്കിയപ്പോൾ ചെറിയൊരു തുമ്പ് മുളച്ചിട്ടുണ്ടായിരുന്നു. രാകേഷിന് സന്തോഷമായി. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞു. കുറച്ചു വലുതായപ്പോൾ ചെറി മരത്തിന് ഇലകൾ വരാൻ തുടങ്ങി. ഇലകൾ വരാൻ തുടങ്ങിയപ്പോൾ ആടുകൾ വന്ന് ഇല തിന്നു. അപ്പോൾ രാകേഷിന് സങ്കടമായി. അപ്പോൾ മുത്തശ്ശനോട് ചോദിച്ചു, മുത്തശ്ശ, എന്റെ ചെറിമരത്തിലെ ഇലകൾ ആടുകൾ വന്നു തിന്നു, ഞാൻ എന്ത് ചെയ്യും? മുത്തശ്ശൻ പറഞ്ഞു, അത് ഇനിയും ഉണ്ടാകും, നീ പേടിക്കണ്ട. അപ്പോൾ രാകേഷിന് സന്തോഷമായി. രാകേഷ് പിറ്റേ ദിവസം സ്കൂളിൽ പോയി വന്നപ്പോൾ ട്രാക്ടർ കൊണ്ട് ഒരാള് രാകേഷിന്റെ ചെറിമരം മുറിച്ചിട്ടു. അപ്പോൾ രാകേഷിന് വളരെ സങ്കടമായി. പിന്നെയും മുത്തശ്ശനോട് ചോദിച്ചു, മുത്തശ്ശ, എന്റെ ചെറിമരം ആരോ വെട്ടിയിട്ടിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, തുമ്പുണ്ടെങ്കിൽ അത് വലുതാവും. അപ്പോൾ തുമ്പുണ്ട്, അപ്പോൾ അത് വലുതാവുന്ന മുത്തശ്ശൻ പറഞ്ഞു. അങ്ങനെ രാകേഷ് അമ്മയുടെ കൂടെ അവരെ നിൽക്കാൻ പോയ നാട്ടിലേക്ക് അവനും കൂടി പോയി. അപ്പോൾ സ്കൂൾ വെക്കേഷൻ ആയിരുന്നു. പിന്നെ അവൻ 2 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വലിയൊരു ചെറിയ മരത്തുമ്മേ ചെറികൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു. അവൻക്കത് കണ്ടപ്പോൾ സന്തോഷമായി. അവൻ കിളികളും പൂമ്പാറ്റകളും കുരുവികളും എല്ലാം വന്നായിരുന്നു ചെറി തിന്നുന്നത് അവൻ കണ്ടു. അവനക്ക് വളരെയധികം സന്തോഷമായി. അങ്ങനെ അവൻ ചെറി തിന്നു. ഈ കഥ നിങ്ങളെ പകർത്തിയത് എന്റെ ഒരു അറിവായിട്ടാണ്. താങ്ക് യു. അസ്മിൻ പറഞ്ഞ ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കഥകൾ നിങ്ങളും അയച്ചു തരിക. മറ്റൊരു കഥയുമായി കാതിക അടുത്ത ദിവസം. നന്ദി, നമസ്കാരം.